റോഷിപാൽ, പങ്കാളിത്തം അനുസരിച്ചുള്ള ഒരു ശിക്ഷാവിധി ആയിരിക്കുമോ ഉണ്ടാകാൻ സാധ്യത? സുജയ, ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്ന സൂചനയുണ്ട്. കാരണം ഈ വിധിയുമായി ബന്ധപ്പെട്ട ശിക്ഷാവിധിയുമായി ബന്ധപ്പെട്ട പ്രതിഭാഗം അഭിഭാഷകരുടെ പ്രതികളുടെ അഭ്യർത്ഥന അത് കേട്ടതിന് ശേഷം പ്രോസിക്യൂഷനോട് മുന്നിലേക്ക് കോടതി ഉയർത്തുന്ന ചോദ്യങ്ങളിലൂടെ അങ്ങനെ മനസ്സിലാക്കേണ്ടി വരും. ഈ കുറ്റകൃത്യത്തിൽ ഇപ്പോൾ കുറ്റവാളികളെന്ന് കോടതി കണ്ടെത്തിയ 6 പേർ, 6 പേരിൽ ഈ കുറ്റകൃത്യം നേരിട്ട് ചെയ്ത പൾസർ സുനി ഒഴികെയുള്ളവരെ അതേ കുറ്റം, അതായത് കൂട്ടബലാത്സംഗ കുറ്റം തന്നെ, ആ ശിക്ഷ തന്നെ നൽകുന്ന കാര്യത്തിലാണ് ഇപ്പോൾ വാദപ്രതിവാദങ്ങൾ നടക്കുന്നത്. അത് സംബന്ധിച്ചുള്ള ചോദ്യങ്ങളാണ് കോടതി ഉയർത്തുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. മുഴുവൻ പ്രതികൾക്കും പരമാവധി ശിക്ഷയ്ക്ക് അർഹരാണ് എന്ന് പറയുന്നുണ്ട്. പ്രതികളുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് പ്രോസിക്യൂഷനോട് കോടതി ചോദിക്കുന്നു. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പ്രോസിക്യൂഷൻ മുന്നിലേക്ക് വെക്കുന്നത്. പ്രതികളുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച രേഖകൾ നൽകിയിട്ടുണ്ടെന്നാണ് പ്രോസിക്യൂഷൻ മറുപടി നൽകുന്നത്. പ്രതികളുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച് എന്തെങ്കിലും പറയാനുണ്ടെന്ന പ്രോസിക്യൂഷൻ നോടുള്ള ചോദ്യത്തിനാണ് രേഖകൾ. നേരത്തെ ഈ 6 പ്രതികളും കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുണ്ട്, ക്രിമിനൽ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടുണ്ട്. അത് സംബന്ധിച്ച് അവർക്കെതിരെ മുൻകാലങ്ങളിൽ ക്രിമിനൽ കേസുകളുണ്ട്. ഇത് സംബന്ധിച്ച് FIR അടക്കമുള്ള കുറ്റപത്രങ്ങൾ അടക്കമുള്ള വിവരങ്ങൾ അത് കൈമാറിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഈ കാര്യങ്ങൾ കോടതിയെ ധരിപ്പിച്ചിട്ടുണ്ടെന്ന സുപ്രധാനമായ മറുപടി കൂടി നൽകുന്നു. ഈ 6 പ്രതികൾ കുറ്റവാളികളെന്ന് കോടതി കണ്ടെത്തിയ 6 പ്രതികൾ, അവരുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലം കൂടി കോടതി ചോദിക്കുന്നു. ഏറ്റവും പ്രധാനമാവുക, എല്ലാവർക്കും ഒരേ ശിക്ഷയാണോ, എല്ലാവർക്കും ജീവപര്യന്തം ശിക്ഷയിലേക്ക് കോടതി തീരുമാനമെടുക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെയുള്ള ഒരു ആവശ്യമാണ് ഇപ്പോൾ പ്രോസിക്യൂഷൻ മുന്നോട്ട് വെക്കുന്നത്. അതിക്രൂരമായ സമാനതകളില്ലാത്ത ഒരു ലൈംഗിക അതിക്രമം, അതും ഓടിക്കൊണ്ടിരിക്കുന്ന വാഹനത്തിൽ കൊച്ചി നഗരത്തിൽ നടന്ന രാജ്യത്തെ ഞെട്ടിച്ച ആ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ ശിക്ഷാവിധി പ്രഖ്യാപനത്തിലേക്ക് എത്തുന്നു കോടതി. നമുക്ക് ലേബി സജീന്ദ്രനിലേക്ക് കൂടി ഇന്ന് പോകാം. റോഷിപാൽ, ലേബി സജീന്ദ്രൻ പ്രതികളുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച രേഖകൾ നൽകിയിട്ടുണ്ട് എന്നുകൂടി പ്രോസിക്യൂഷൻ പറയുകയാണ്. തങ്ങൾക്ക് ക്രിമിനൽ പശ്ചാത്തലമില്ല എന്ന ചില പ്രതികൾ കുറ്റവാളികൾ എന്ന് കണ്ടെത്തിയ മുറിയിൽ ജഡ്ജിക്ക് മുന്നിൽ പറഞ്ഞതാണ്. അവർക്ക് എന്തെങ്കിലും പറയാനെന്ന് ചോദിച്ചപ്പോൾ നമ്മൾക്ക് ശിക്ഷാവിധിയിലേക്ക് വാദം നീണ്ടപ്പോൾ കോടതി തന്നെ സൂചന നൽകുകയാണ് ശിക്ഷാവിധി ഇന്ന് തന്നെ ഉണ്ടാകുമെന്നല്ലേ? അതുതന്നെയാണ് സുജയ, ഇന്ന് തന്നെ ശിക്ഷാവിധി ഉണ്ടാകും എന്നുള്ള സൂചന തന്നെയാണ് കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത്. നേരത്തെ പ്രതികളോട് ചോദ്യങ്ങൾ ചോദിച്ച ഘട്ടത്തിലാണ് ഇത്തരത്തിൽ വളരെ വൈകാരികമായി കുടുംബ പശ്ചാത്തലമൊക്കെ എണ്ണി പറഞ്ഞുകൊണ്ട് കുറച്ചുകൂടി കോടതിയുടെ അനുകമ്പ ചോദിച്ചുകൊണ്ട് ഇവർ പ്രതികരിച്ചത്. അതേ തുടർന്നാണ് ഇത്തരത്തിൽ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ശിക്ഷ വിധിക്കണമോ എന്നുള്ള കാര്യം പ്രോസിക്യൂഷനോട് ആരാഞ്ഞത്. പ്രോസിക്യൂഷൻ ആകട്ടെ പരമാവധി ശിക്ഷ മുഴുവൻ പ്രതികൾക്കും നൽകണം, അതിനവർ മുഴുവൻ പ്രതികളും അർഹരാണ് എന്ന് തന്നെയാണ് കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രതികളുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് കൃത്യമായി പ്രോസിക്യൂഷനോട് കോടതി ആരാഞ്ഞതും പ്രതികളുടെ മുൻകാല ക്രിമിനൽ പശ്ചാത്തലം സംബന്ധിച്ച രേഖകളെല്ലാം നൽകിയിട്ടുണ്ടെന്ന് അതിന് മറുപടിയായി പറയുകയും ചെയ്തു. സമൂഹത്തിന് വേണ്ടിയാണോ വിധിന്യായം എഴുതേണ്ടത് എന്ന് കോടതി ചോദിച്ചു.